കോഴിക്കോട് പാർക്കിംഗ് പ്ലാസ നിർമ്മാണത്തിന്റെ പേരിൽ കുടിയിറക്കിയ കച്ചവടക്കാർ പേരുവഴിയിൽ. നഗരസഭയുടെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങുകയാണ് കിഡ്സൺ കോർണറിലെ കച്ചവടക്കാർ. നഗരത്തിലെ പാർക്കിംഗ് പ്രശ്നത്തിന് പരിഹാരം കാണാനെന്ന കാരണം പറഞ്ഞാണ് നഗരസഭ പാർക്കിംഗ് പ്ലാസയ്ക്കായി കച്ചവടക്കാരെ കുടിയിറക്കിയത്. എന്നാൽ പാർക്കിംഗ് പ്രശ്നത്തിന് പരിഹാരമായില്ലെന്ന് മാത്രമല്ല, കച്ചവടക്കാർ ഒരു വർഷത്തിലധികമായി ദുരിതത്തിലുമാണ്. ബദൽ സംവിധാനം ഒരുക്കുമെന്ന ഉറപ്പിൽ നിന്ന് അധികൃതർ കൈയൊഴിഞ്ഞതാണ് നിരവധി കച്ചവടക്കാരെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. ഈ കോർപ്പറേഷന് കോഴിക്കോട് ജില്ലയുടെയും കോർപ്പറേഷന്റെ ഹൃദയഭാഗത്ത് ഉള്ള സ്ഥിതി ചെയ്യുന്ന ബിൽഡിംഗ് ആയിരുന്നു. ആ ബിൽഡിങ്ങിൽ ഏതാണ്ട് 10-60ഓളം വരുന്ന വ്യാപാരികളുണ്ട്. വ്യാപാരികളെ കുടിയൊഴിപ്പിച്ചുകൊണ്ട് അവർക്ക് ബദൽ സംവിധാനം ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് കോർപ്പറേഷൻ ശരിക്കും പറഞ്ഞാൽ വ്യക്തമായ രീതിയിൽ പറ്റിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. വർഷക്കാലമായിട്ട് ഇവിടെ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്ന, കച്ചവടം നടത്തിയിരിക്കുന്ന വ്യാപാരികൾക്ക് വ്യാപാരം നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഇവിടുത്തെ ഭരണകക്ഷിക്കാരായ അല്ലെങ്കിൽ കോർപ്പറേഷൻ ഭരിക്കുന്ന കോർപ്പറേഷൻ മേയർ അടക്കമുള്ള കൗൺസിലർ അടക്കമുള്ളവരുടെ പ്രവർത്തനത്തിൻ്റെ ശൈലിയാണ് ഈ വ്യാപാരികളുടെ ഇത്ര പേരെ ക്രൂരത കാണിക്കുന്നത്. ഈ ഹൃദയഭാഗത്ത് ഈ ബിൽഡിംഗ് പണിതാൽ എത്രയോ സൗകര്യങ്ങളുണ്ട്. നമുക്കൊന്നുമല്ലെങ്കിൽ പാർക്കിംഗ് ഏരിയ ആണെങ്കിൽ ഇതിന് ഭൂമിക്കടിയിലേക്ക് പാർക്കിംഗ് ഏരിയ ഉണ്ടാക്കാം. എന്നിട്ട് വ്യാപാരികൾക്ക് വ്യാപാരം നൽകുവാനുള്ള സംവിധാനം ഉണ്ടാക്കുക. ഇതിനൊന്നും യാതൊരു രീതിയിലും നടപടികൾ സ്വീകരിക്കാതെ ചില തൽപര കക്ഷികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രം ഇപ്പോൾ ഈ രീതിയിൽ ഹൃദയഭാഗത്ത് ഈ രീതിയിൽ സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നു. 12 കച്ചവടക്കാരെയാണ് കഴിഞ്ഞ മാർച്ചിൽ ഒഴിപ്പിച്ചത്. 1.5 വർഷം കൊണ്ട് പാർക്കിംഗ് പ്ലാസ നിർമ്മിച്ച് താഴെ ഭാഗം വ്യാപാരികൾക്ക് നൽകുമെന്നായിരുന്നു വാഗ്ദാനം. നിലവിൽ കോംട്രസ്റ്റിന് സമീപം 4 കടമുറികൾ നിർമ്മിക്കുന്നുണ്ടെങ്കിലും ഇതിന്റെ പണിയും ഇഴഞ്ഞു നീങ്ങുകയാണ്. താൽക്കാലികമായി നിർമ്മിക്കുന്ന കടമുറികളിൽ ജ്വല്ലറി, മെഡിക്കൽ ഷോപ്പുകൾ എന്നിവ പ്രവർത്തിക്കുന്നത് പ്രായോഗികമല്ലെന്നും കച്ചവടക്കാർ പറയുന്നു. കോംട്രസ്റ്റിന് സമീപം തന്നെ കച്ചവടക്കാർ 30 ലക്ഷം രൂപ മുതൽ മുടക്കിൽ കോൺക്രീറ്റ് കെട്ടിടം നിർമ്മിച്ചിരുന്നുവെങ്കിലും നഗരസഭ ഇടപെട്ട് പൊളിച്ചു നീക്കുകയായിരുന്നു. നഗരസഭ വാഗ്ദാനം പാലിക്കണമെന്നും കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കാനുള്ള ഇടപെടൽ ഉടൻ ഉണ്ടാകണമെന്നുമാണ് ഉയരുന്ന ആവശ്യം. ജനം, കോഴിക്കോട്.